ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച എൻ്റെ ഭർത്താവിൻ്റെ ജോലി സ്ഥലത്ത് വിരാജ്പേട്ട് മൂർനാട് എന്ന സ്ഥലത്ത് നമ്മൾ പോയരോ. അവിടെ ഒരു കുളത്തിൽ ഒരുപാട് മീനുണ്ടെന്ന് പറഞ്ഞു എൻ്റെ ഭർത്താവ്. അപ്പോൾ ഞങ്ങൾ ഒരു ഓട്ടോ ആക്കി മീൻ പിടിക്കാൻ പോയി. മീൻ പിടിക്കാൻ പോകേണ്ട ഒരു സെറ്റപ്പിലാണ് ഞങ്ങൾ പോയത്. ഇപ്പോൾ എൻ്റെ ഭർത്താവ് ചൂണ്ടയും ബോട്ടിലൊക്കെ വാങ്ങാൻ വേണ്ടി ഒരു പീടിയെ കയറിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ചിറയിലേക്ക് പോവാണ് ഓട്ടോയിൽ. അപ്പോൾ അതിൻ്റെ സെറ്റപ്പോട് കൂടിയിട്ടാണ് പോകുന്നത്. ബോട്ടിലുണ്ട്, മീൻ പിടിക്കുന്ന ചൂണ്ട ഉണ്ട്. അങ്ങനെ ഇതാ ഞങ്ങളിവിടെ എത്തി. ഒരു കുളം, ഈ കരിങ്കല്ല് കുഴിച്ചെടുത്ത കോറയാണ്. അതിൽ നിറയെ വെള്ളമുണ്ട്, നല്ല ആഴമുണ്ട്. അപ്പോൾ എൻ്റെ മോൻ ഭയങ്കര ആവേശത്തിലുള്ള മീൻ പിടിക്കുന്ന സെറ്റപ്പെല്ലാം ഒന്ന് റെഡിയാക്കട്ടെ. ನಾನು ರಜೆ ಕೇಳಿದ್ರೆ ಸಿಕ್ಕಿಲ್ಲ. ಅವ್ರು ಬರಲಿ ಬಂದ ಮೇಲೆ ಹೋಗಿದ್ದು ಅವನಿಗೆ ರಜೆಗೆ. ನನಗೆ ಡೌಟು. ഇത് ചൂണ്ട ഇട്ടിട്ട് ഒരല്പ നേരത്തിൻ്റെ അകം തന്നെ, കുറേ നേരമൊന്നും ആയിട്ടില്ല, കുറച്ച് നേരം ആകുമ്പം തന്നെ ഒരു മീൻ കിട്ടി എൻ്റെ മോനിക്ക്. അത് അവനിക്ക് അതിനെ കൊല്ലാണ്ട് ജീവനോടെ വീട്ടിൽ കൊണ്ടുപോകാൻ താല്പര്യം. പക്ഷേ ജീവനോടെ വീട്ടിൽ കൊണ്ടുപോകാൻ കഴിയില്ല. അതിനുവേണ്ടി ഓൻ്റെ ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക്കിൽ കുറച്ച് വെള്ളം എടുത്ത് അതിൽ ചൂണ്ടയെല്ലാം കുളത്തെല്ലാം ഇങ്ങനെ വലിച്ച് അതിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി മീൻ, പുഴമീൻ. ഉപ്പയും മോനും കൂടി അതിൻ്റെ കുളത്തെല്ലാം വലിച്ച് റെഡിയാക്കുന്നുണ്ട്. ഇതാ രണ്ടാമത് നമുക്ക് കിട്ടി. മെല്ലെ എടുത്തു പോയി കളഞ്ഞ് പോയില്ലേ? വലിച്ചോ. ഇതാ രണ്ടാമത്തെ മീന്. നിക്ക് സഞ്ചി എടുക്കും. അപ്പത്തേക്ക് വെള്ളത്തിൽ വീഴണ്ട, അത് രണ്ടാമത് അങ്ങ് പോകും. ഇപ്പൊ കുടുങ്ങും കുടുങ്ങിന ചത്തു. നിങ്ങളതുണ്ടാ വലിക്ക്, ന്യൂവിൻ്റെ വലിക്ക്. ഇതാ നിങ്ങളെ വലിക്ക്. ഇതാ മൂന്നാമതൊന്ന് കിട്ടി. ഇതാ അയ്യോ അത് പോയി. അങ്ങനെ വേണം. ഇതാ കൊത്തി ആയിട്ടില്ലടാ. ആയാ നിങ്ങളെടുക്ക് ഇങ്ങോട്ട്. ഇത് പിടി ഇതിങ്ങനെ വെറുതെ പിടിച്ചോക്ക്. ഇത് പിടിച്ച് അത് വള്ളത്തിലിടും. ഇത് പോയി ഇത് പിടി. അല്ലാ നിങ്ങളെന്നാ കളിക്കുന്നത്? അത് വെളിക്കും വിട്ടോയ്മ. നമ്മളെ 10 മീനെ കിട്ടി. 10 മീന് പിന്നെ തടിച്ച മീൻ. ഈ മീൻ വൃത്തിയാക്കാൻ ഭയങ്കര കഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ വൃത്തിയാക്കാൻ നിന്നില്ല. ഞാൻ ഷോപ്പിൽ കൊടുത്ത് വൃത്തിയാക്കി നല്ല അടിപൊളിയാക്കി ഫ്രൈ ആക്കി വെച്ചിരിക്കുക. പിന്നെ മക്കളെ, അവരവർ മീൻ പിടിച്ച് അത് സ്വന്തം കൈ കൊണ്ട് ഫ്രൈ ചെയ്തിട്ട് തിന്നുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫിക്കേഷൻ ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല കേട്ടോ. അത് അനുഭവിച്ചവർക്കേ അറിയൂ. എന്നാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.